അതിഭീകരമായിട്ട് മരവും കമ്പും പോലും തള്ളയും, അതായത് കാലി ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് സാഹചര്യം. 2-2.5 മണിക്കൂർ കൊണ്ടാണ് ഈ റാന്നി ടൗൺ ഈ രീതിയിൽ മുങ്ങിയിരിക്കുന്നത്. മുഴുവൻ മുങ്ങിയിരിക്കുകയാണ്. ഈ വെള്ളം മതിയാവുമോ? ഇല്ല, വെള്ളം ഇത് പോരാ. അവിടെ ഗർഭിണികളൊക്കെ വീട്ടിലിരിപ്പണി പകരം എടുക്കാം. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ്. പലയിടത്തും പ്രായമായവരടക്കം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. 11 kV ഫീഡറുകൾ ആ മേഖലയിൽ ഓഫ് ചെയ്തിരിക്കുകയാണ്. വൈദ്യുതി പല മേഖലകളിലുമില്ല. ശ്രീ പഴകുളം മധു, രാവിലെ മുതൽ മധു അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു. റാന്നിയിലെ സ്ഥിതി എന്താണ് പൊതുവിൽ? റാന്നി അടക്കമുള്ള നമ്മുടെ മേഖലകൾ മുഴുവൻ. റാന്നിയിലെ അറിയാമല്ലോ, സുരേഷിന് അറിയാമല്ലോ, റാന്നിയുടെ ഒറ്റ ഒരുമാതിരി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഇറ്റപ്പാറ ടൗണിലാണ് ഞങ്ങളിപ്പം ഈ കടകളിലുള്ള സാധനം നീക്കുന്ന ഒരു തിരക്കിലായിരുന്നു. പല വ്യാപാരികൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ ഫയർഫോഴ്സിന്റെ ടീമിനെ വരുത്തി പല താഴുകളും പൊളിച്ച് സാധനങ്ങൾ മുകൾ നിലയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഇറ്റിയപ്പാറ ടൗണിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കിഴക്ക് ഭാഗത്ത് വെള്ളത്തിന്റെ ഒരു മഴയുടെ ശമനം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പക്ഷെ കിഴക്ക് മലയോര ഭാഗത്തു നിന്ന് വെള്ളം വന്ന് ഒഴുകി ഇവിടെ എത്തും. അവിടെ ഒഴുക്കി നിന്നാലും ഇവിടെ വെള്ളം ഏറാനാണ്. അപ്പോൾ 2-3 മണിക്കൂർ വളരെ നിർണായകമാണ്. അത് റാന്നി മാത്രമല്ല, വടക്കേരിക്കര, അത്തിക്കയം, കുറുമ്പംമൂഴി പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ ഈ കോട്ടാങ്ങൽ ടൗൺ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങി. കോട്ടാങ്ങൽ ടൗൺ. അപ്പോൾ ഈ ഫയർഫോഴ്സും അതുപോലെ സ്കൂബ ടീമും ഒക്കെ ഇവിടെ ഉണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരുത്തരേക്ക് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ എല്ലാ ഭാഗത്തും ആൾക്കാരെ വിടുകയാണ്. എല്ലാ ജനങ്ങളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ സഹായത്തിനുണ്ട്. ഈ പഴകുളം മധു, അവിടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന 2018 അനുഭവിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പല വീടുകളിലും പ്രായമായവർ മാത്രമേ കാണത്തുള്ളൂ. ചുറ്റും വെള്ളത്താൽ ഒറ്റപ്പെട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അവരിലേക്കൊക്കെ എത്തി രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വള്ളവും ബോട്ടും അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ വേണം. അത് നീണ്ടു നിൽക്കുമോ? അത്തരം സൗകര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഏർപ്പാട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ വെളുപ്പിന് 4 മണിക്ക് തന്നെ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അപ്പം തന്നെ ഉണർന്ന് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ബോട്ടുകൾ ഇവിടെ എത്താൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹം ആലപ്പുഴ, കൊല്ലം ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിച്ച പ്രകാരം ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോന്നിയിലെ കൊട്ടവഞ്ചി ആ ടീമിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്കൂബ ടീം മാത്രമേ ഇവിടെ ഉള്ളൂ. കൂടുതൽ ബോട്ടുകളുടെ സൗകര്യം ആവശ്യമാണ്. ആ സൗകര്യം ഇപ്പോൾ ഉടനെ എത്തുമെന്നാണ്. കാരണം നമ്മളിതൊന്നും മുൻ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഒരു 5 മണിക്ക് ശേഷമാണ് ഇത്തരം റിക്വസ്റ്റുകളൊക്കെ വിട്ടിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം അവിടെ നിന്ന് എത്താൻ വേണ്ടിയുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാവും. പക്ഷെ എന്നാലും ഗതാഗത തടസ്സം പലയിടത്തും, ഇപ്പൊ പുല്ലൂർ മൂവാറ്റുപുഴ റോഡ്, നമ്മുടെ പമ്പയുടെ ഇരുകരകളിലുള്ള പ്രധാനപ്പെട്ട റോഡുകൾ പലയിടത്തും ഗതാഗത തടസ്സമുണ്ടല്ലേ? മാമുക്കിലെ വെള്ളം മുങ്ങി, മാമുക്കിലെ ഇറ്റിയപ്പാറയിൽ വെള്ളം മുങ്ങി. അപ്പൊ അതുകൊണ്ട് വലിയ പാലത്തിന് അപ്പുറത്ത് നിന്ന് പെരുമ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങളൊന്നും വരില്ല. 2-3 വാഹനങ്ങൾ റോഡിൽ ബ്ലോക്ക് ആയിരുന്നു. അത് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി അവരവിടെ രക്ഷപ്പെടുത്തി, അവരുടെ വാഹനങ്ങൾ വരെയും രക്ഷപ്പെടുത്തി. ഇപ്പോ മറ്റ് ഈ പല പ്രദേശങ്ങളിലും വിളി വരുന്നുണ്ട് ആൾക്കാർ. പല പശുക്കള്, ഒരു സ്ഥലത്ത് 3 പശുക്കള് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അവരെ കൊണ്ടുപോകണമെങ്കിൽ ഈ സ്കൂബ പറ്റില്ല. അവരെങ്ങനെ കൊണ്ടുപോകണമെന്ന് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ടുകൾ, വലിയ ബോട്ടുകൾ വന്നാൽ മാത്രമേ ആ പശുക്കളെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല സ്ഥലത്തുണ്ട്. അപ്പൊ ആൾക്കാർ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ പല വിധത്തിൽ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക.